MLA പറഞ്ഞ പോലെ വളരെ വൈകിയാണ് ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മന്ത്രിസഭ യോഗം, അത് കഴിഞ്ഞ് തൃശ്ശൂർ 5 ഉദ്ഘാടനങ്ങൾ, അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ 12 എണ്ണല്ലേ, അത് ഒരെണ്ണം തന്നെ ഒഴിവായി. ഇത് കഴിഞ്ഞിനി 4-5 ഉദ്ഘാടനം കൂടിയുണ്ട്. നോമ്പുകാരായതുകൊണ്ട് നോമ്പ് തുറയ്ക്ക് മുമ്പ് ഉദ്ഘാടനങ്ങൾ പൂർത്തീകരിക്കുകയും വേണം. എന്തായാലും ഈ നാട് ഏറെ ആഗ്രഹിച്ച ഉദ്ഘാടനങ്ങളാണ് ഇവയെന്നാണ് ഇത്ര വൈകിട്ടും കാത്തിരിക്കുന്ന ഈ ജനാവലി പ്രഖ്യാപിക്കുന്നത്. അതിന് ഞാൻ നിങ്ങളെല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമ്മുടെ നാട് നല്ല രീതിയിൽ വികസിച്ചു കൊണ്ടിരിക്കുന്നു. ആശുപത്രികളെല്ലാം അത്യാധുനിക സൗകര്യങ്ങളുള്ളതായി മാറുകയാണ്. ഇന്ന് താലൂക്ക് ആശുപത്രിയിലെ പുതിയ ഡയാലിസിസ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. നാളെ ഞാൻ എൻ്റെ മണ്ഡലത്തിൽ മെഡിക്കൽ കോളേജിൽ മദർ ആൻഡ് ചൈൽഡ് പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി 2ൻ്റെയും ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഏകദേശം 360 കോടി ചെലവഴിച്ചിട്ടുള്ളതാണ്. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്കുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതിനുള്ള ICU, അത്യാധുനിക സൗകര്യങ്ങൾ, പിന്നെ ന്യൂറോളജി, ന്യൂറോ സർജറി, നെഫ്രോളജി, കാർഡിയോ വാസ്കുലർ സർജറി, ഇങ്ങനെയുള്ള അത്യമന്ത്രി കൊച്ചി ക്യാൻസർ റിസർച്ച് സെൻറ്റർ ഉദ്ഘാടനം ചെയ്തു. എല്ലാ സൗകര്യങ്ങളും പൊതു സംവിധാനത്തിലേക്ക് വരികയാണ്. അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ സഹായകരമായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ കണക്ടിവിറ്റി, പശ്ചാത്തല സൗകര്യങ്ങൾ, ഇന്നലെ തന്നെ നിങ്ങൾ കണ്ടില്ല, അതിവേഗതയിൽ നിർമ്മാണം നടക്കുന്നു. വയനാട് കണ്ടല്ലോ, ബ്ലോക്കിൻ്റെ ടൗൺഷിപ്പാണ്. ലോകത്ത് ഒരിടത്തും ഇതിനു മുൻപ് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. പ്രകൃതി ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് അത്യാധുനികമായ സൗകര്യങ്ങളോടെ ഒരു ടൗൺഷിപ്പ് തന്നെ നിർമ്മിച്ച് കൈമാറുക. ആശുപത്രി, സ്കൂള്, കമ്മ്യൂണിറ്റി ഹാള്, പ്ലേ ഗ്രൗണ്ട്, ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ടൗൺഷിപ്പാണ് അവിടെ നിർമ്മിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് റോഡുകളെല്ലാം നല്ല രീതിയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ആൻ്റണി ജോൺ നിങ്ങളുടെ MLA എന്ന നിലയിൽ എല്ലാ റോഡുകളും പരമാവധി മെച്ചമുള്ളതാക്കി മാറ്റാൻ കഠിന അധ്വാനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ആൻ്റണി ജോണിനെ ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും അനുമതി